കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കണമെന്നുള്ള CPM-ന്റെ ഒരു വ്യഗ്രത അല്ലെങ്കിൽ തത്രപ്പാട്. അതിനുവേണ്ടി പല നേതാക്കളെയും പറഞ്ഞിട്ടും ഒടുവിലായി KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്തെ പോലും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ദേവസ്വം ബോർഡ് മന്ത്രിയായ സമയത്ത് ദേവസ്വം ബോർഡിന്റെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും KC വേണുഗോപാൽ തെറ്റുകാരനാണ്, അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പിണറായി വിജയൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നൊരു സാഹചര്യം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഒരർത്ഥത്തിൽ CPM-നെ ഭയപ്പെടുത്തുന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഈ പറയുന്ന നീക്കങ്ങളിലൊക്കെ CPM മുന്നോട്ട് പോകുന്നത്? ഹർഷ, ഇത്രയും പറയുമ്പോഴേ, ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതായത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ പറയുന്ന പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിൽ വന്ന ശേഷം രണ്ടാമതൊരു ടേം കൂടെ ഭരണം കിട്ടുന്നതിന് അവർക്ക് ഈ 2018-19 ന്യൂനപക്ഷങ്ങളെ വോട്ട്, അല്ലെങ്കിൽ 2021 തന്നെ അവർ മലബാർ, കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ടാണ് അവർ ഭരണത്തിൽ വന്നത് 2021. അപ്പോൾ ഈ 2021 ന്യൂനപക്ഷ വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഈ പറയുന്ന പോലെ ന്യൂനപക്ഷങ്ങളെ വോട്ട് കൊണ്ട് മാത്രം നിന്നിട്ട് കാര്യമില്ല. ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് എത്രയെങ്കിലും ശതമാനം വോട്ട് എങ്ങോട്ട് പോയി? ഈ പറയുന്ന ലോകസഭ കഴിഞ്ഞ് ലോകസഭയിൽ എങ്ങോട്ട് പോയി? ലോകസഭയിൽ കോൺഗ്രസ് പോയി. അപ്പോൾ ഇനിയിപ്പോൾ നിയമസഭയിൽ കിട്ടണമല്ലോ. അപ്പോൾ അടവ് മാറ്റി പിടിക്കണം. അപ്പോൾ ഭൂരിപക്ഷ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചില വ്യക്തികൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അവർക്ക് നമ്മൾ പറയുമല്ലോ ഒരു വൈബെന്ന് പറയും, അല്ലെങ്കിൽ അയാളെ ഇപ്പോൾ അല്പം മുമ്പ് നമ്മുടെ ഇവിടെ സംസാരിച്ചപ്പോൾ രാഹുൽ പറഞ്ഞു ഷാഫിക്കൊരു ഓറയുണ്ടെന്ന്. നമ്മളെല്ലാവർക്കും അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ. ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ആകെയുള്ള വരട്ട് തത്വവാദം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കച്ചവടം മാത്രമേ ഉള്ളൂ. വോട്ടും ഒരു കച്ചവടമാണ്. അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പനോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ മുതലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കാനനത്തിൽ ഉള്ളൊരു ദൈവമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്ന് പറയുന്ന ആ സങ്കല്പം. നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ്. കടുത്തവരുമുണ്ട്, കടുത്തതല്ല. ദൈവം എന്ന് പറയുന്നത് ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഒരു ടൂറിസം പരിപാടിക്ക് വേണ്ടി എന്ന രീതിയിൽ തന്നെ സാധാരണക്കാരനുമാണ്. അല്ലാതെ അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ശബരിമല അയ്യപ്പനെ രക്ഷിക്കാനല്ല. എങ്കിൽ പിന്നെ അവർ ഈ പറയുന്ന സ്ത്രീ പ്രവേശനം നടത്തില്ല. അവർ വിപ്ലവകാരികളാണ്. CPM എന്ന് പറയുന്ന വിപ്ലവ പാർട്ടിയാണ്. അപ്പോൾ വിപ്ലവം നടപ്പിലാക്കാനാണ് സ്ത്രീകളെ കൊണ്ടുവന്നത്. ഞങ്ങൾ വിപ്ലവം നടത്തി. ഇപ്പോൾ സുപ്രീം കോടതി വിധിയെന്ന് നമ്മൾ ഹനിക്കാനൊന്നും പോകുന്നില്ല. സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് എത്രയോ വിധികൾ ഇവിടെ വേറെയുണ്ട്. അതെല്ലാം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളപ്പോൾ വളഞ്ഞു കെട്ടി കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ കള്ളത്തരം ഇത്തരത്തിൽ ഒരു പുറംപോച്ച് കാണിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന സംഘം ഇറങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യമാണ് എൻ്റെ മുന്നിലിരുന്ന കട്ടളപ്പാളി കാണുന്നില്ല എന്ന് ഭഗവാൻ തന്നെയാണ് പറയിച്ചത്. അതെ, തീർച്ചയായിട്ടും. ഭഗവാൻ പറയാതെ പറയിച്ചതാണ്. എടോ പിണറായി വിജയ, നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്ത് ദൈവം പൊറുക്കില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാനല്ല എടോ എന്ന് പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞെന്നാ പറഞ്ഞത്. ദൈവം എൻ്റെ പേര് കേസെടുത്തുള്ളായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അതൊരു ഭയം നല്ലതാണ്. തീർച്ചയായിട്ടും എനിക്കൊരു ഭയമുണ്ട്. കാര്യം നമ്മൾ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഭരണകാലം നമ്മൾ പേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹിറ്റ്ലറാണോ കേരളം ഭരിക്കുന്നത് നമ്മൾ ഭയപ്പെടുന്നുണ്ട്. എനിക്ക് ഭയമുണ്ട്. കാര്യം എനിക്ക് ഈ പറയുന്ന പോലെ ഇവിടുന്ന് അങ്ങ് ഇറങ്ങുമ്പോൾ എൻ്റെ പേരിൽ ഇൻഡാസ് ഒരു കാര്യം, സ്ഥാപനത്തിൽ ഒരാളെ കൊണ്ടുപോകുന്ന പറയുമ്പോൾ സ്ഥാപനത്തിനെ അത് ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഭയത്തോട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഭഗവാൻ അവിടെ നിന്ന് ചോദിച്ചു, എന്തിനീ പേക്കൂത്ത് കാണിക്കുന്നു? അപ്പോഴാണ് കട്ടളപ്പാളിയിൽ നിന്ന് സ്വർണം പോയത് എല്ലാം നമ്മൾ അറിയുന്നത്. അവിടെ മുതൽ നോട്ട് ദ പോയിന്റ്. നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതുന്നു, അതിൽ ഏറ്റവും പോയിന്റഡായ ഭാഗം നമ്മൾ അണ്ടർലൈൻ ചെയ്യും. അവിടെ മുതൽ അണ്ടർലൈൻ ആണ്. അപ്പോഴാണ് പിടി വീഴുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം, ഏറ്റവും വിശ്വസൻ ഈ വാസു എന്ന് പറയുന്ന ആള് മാസ്റ്റർ ബ്രെയിനാണ് സ്ത്രീകളെ അവിടെ കയറ്റിയത്. നിങ്ങൾക്കറിയോ? ഈ വാസു എന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് എനിക്ക് അനുഭവമുണ്ട്. അദ്ദേഹത്തെ കാണാനൊക്കെ പോയിട്ടുണ്ട്. എന്ത് നല്ല ഉദ്യോഗസ്ഥനായിരുന്നു അറിയോ എന്നൊക്കെ. നമ്മൾ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ നീറ്റൊക്കെ. PK ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. നമ്മൾ മനസ്സുകൊണ്ട് ഞാൻ അന്ന് കേരളമോദി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, CPM എന്ന് പറയുന്ന പാർട്ടി അതൊക്കെ ചെയ്യാൻ പോയപ്പോൾ ദൈവത്തിന് പോലും മനസ്സിലായി ഈ കാട്ടുകള്ളന്മാരുടെ സ്നേഹം, അല്ലെങ്കിൽ കാട്ടുകള്ളന്മാർ എന്ന് പറയാൻ അതൊരു പ്രയോഗമാണ്. കള്ളന്മാർ തന്നെയാണ് അത് നടത്തിയിരിക്കുന്നത്. പത്മകുമാറിന്റെ കള്ളത്തരം വന്നു, വാസുവിന്റെ കള്ളത്തരം വന്നു, ഇതെല്ലാം പുറത്തു വന്നു. അപ്പോൾ എന്നോട് ചോദിച്ച പോലെ 2004 ദേവസ്വം മന്ത്രിയായിരുന്ന KCയുടെ
പേര് പറയുന്നു. അതാണ് CPM-ന്റെ തന്ത്രം. അതെ, തീർച്ചയായിട്ടും. കാരണം KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ദേവസ്വം മന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങിയതിനു ശേഷം എത്രയോ നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ അത് ഇത്രയും വലിയൊരു കൊള്ളയ്ക്ക് ഒരു ആദ്യ പടി എന്നോണം അദ്ദേഹം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ടാണ് 2006-ലോ 2004-ലോ മറ്റോ അധികാരത്തിൽ നിന്നും ഇറങ്ങിയ KC വേണുഗോപാലിനെ ഈ കേസുമായി കൂട്ടിക്കെട്ടാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് KC വേണുഗോപാലിന്റെ ധാർമ്മികതയെക്കുറിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ തന്നെയും ഇപ്പോഴും പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കുന്ന ധാർമ്മിക ബോധത്തോളം എന്തായാലും KC വേണുഗോപാലിന്റെ ധാർമ്മികതയെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഹർഷ, നമ്മൾ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് എനിക്കിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ KC വേണുഗോപാൽ എന്ന് പറയുന്ന യങ്സ്റ്ററിനെ കണ്ടിട്ടുള്ള ഒരാളാണ്. KC വേണുഗോപാൽ നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു KCക്കാരനായിരുന്നു. ഈ പറയുന്ന പോലെ ഈ സംസാരത്തിന് ഇരിക്കണമെങ്കിൽ തന്നെ നമ്മൾ പത്രമൊക്കെ വായിക്കണം. അതെ, തീർച്ചയായിട്ടും. കൊച്ചു പ്രായത്തിൽ പത്രമൊക്കെ നമ്മൾ നോക്കാറുണ്ട്, നമ്മൾ വിദ്യാഭ്യാസ കാലത്ത് നോക്കാറുണ്ട്. KC വേണുഗോപാൽ KSUവിൻ്റെ പ്രസിഡന്റായിട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം എന്നെക്കാളും ഏതാണ്ട് ഒരു 10 വയസ്സിനെങ്കിലും മൂത്ത ഒരാളാണ്. 10 വയസ്സിലെങ്കിലും അദ്ദേഹത്തിന് അത്രയും പ്രായം വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ചില നേതാക്കളെ നമ്മൾ ഐഡൻറ്റിഫൈ എങ്ങനെയാണ് സമരമുഖങ്ങളിൽ അവർ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ നിരവധി നേതാക്കളെ നമ്മൾ ചെറുപ്പകാലം മുതൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഒരു വൈബ്രൻസിയാണ്. KC എന്ന് പറയുന്ന നേതാവിനെ ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്, അച്ഛന്മാരുടെ സ്കൂളാണ്. അച്ഛന്മാരുടെ സ്കൂളിൽ രാഷ്ട്രീയമില്ല. പക്ഷേ ഞങ്ങൾക്ക് അച്ഛന്മാർ ഈ സ്കൂൾ അധികൃതർ അറിയാതെ ഞങ്ങൾ സൈലൻ്റായിട്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിലൊക്കെ ഞങ്ങൾ നിരീക്ഷിക്കുന്ന ആൾക്കാരാണ്. 5 മുതൽ 10 വരെയുള്ള കാലമാണ് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ KC നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. KC നല്ലൊരു നേതാവാണ്. അത് അന്ന് പറയുമ്പോൾ KC ഒക്കെ നേതാവായിട്ട് വരുന്ന സമയത്ത് KSUവിന് ഇന്ന് ഈ SFI അങ്ങനെ KSU ഒരു ഘട്ടത്തിൽ KSU ആയിരുന്നു കോളേജുകളുണ്ടായിരുന്നത്. അന്ന് KSUക്കാർ SFIക്കാരെ തല്ലി ഓടിക്കുമായിരുന്നു. നേരെ തിരിച്ചായി, KSUക്കാർ തല്ലുന്ന SFIക്കാരായി. അവിടെ SFIക്കാരുടെ മർദ്ദനം ഒരുപാട് വാങ്ങി യൂണിറ്റ് കണ്ണൂരാണ് അദ്ദേഹം പഠിച്ചതൊക്കെ. അവിടെ അദ്ദേഹം കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് CPM-ന്റെ കോട്ടയിൽ ഇടിച്ചു നിന്നൊരു നേതാവാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം ചില്ലറക്കാരനല്ല. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ MPയുടെ ആണെന്ന് തോന്നുന്നു ഞാൻ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ചെങ്കോട്ടയിൽ നിന്നും 13 വയസ്സ് മുതൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ കൊടിപിടിച്ച് മുന്നോട്ട് വന്ന CPM-നെതിരായി ശബ്ദം ഉയർത്തിയ ഒരു നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാചകമുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ രീതികളെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു കോൺഗ്രസ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഓരോ നീക്കങ്ങളും CPM-ൽ ഭയം ഉളവാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിൽ സജീവമാകുന്ന ഒരു സാഹചര്യം കണ്ടു. ഒരു സമയത്ത് KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വിഴുങ്ങാൻ പോകുന്നു എന്നുള്ള ക്യാപ്സ്യൂളുകൾ വരെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അപ്പോൾ ഈ പറയുന്ന ക്യാപ്സ്യൂളുകളെല്ലാം തന്നെ ഇറക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KC-യുടെ സാന്നിധ്യം കുറക്കാൻ വേണ്ടിയുള്ള ഓരോ തന്ത്രങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. അതിന് പിന്നാലെ തങ്ങൾക്കെതിരെ തന്നെ ആയി വരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലും ഇത്തരത്തിൽ KC വേണുഗോപാലിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന യുക്തിയില്ലാത്ത അല്ലെങ്കിൽ ബോധമില്ലാത്ത CPM-ന്റെ നീക്കങ്ങളെ പരിഹാസ രൂപേണ അല്ലാതെ മറ്റൊരു രീതിയിലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഒറ്റ സംഗതിയുള്ളൂ. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ്. ഇപ്പൊ ഒരു കുടമാറ്റം, നമ്മൾ തൃശ്ശൂർ കുടമാറ്റം ഇല്ലേ, അതെ, ഇവിടെ നിങ്ങളൊരു കുട വയ്ക്കുമ്പോൾ ഞാൻ അടുത്ത കുട, ഈ ആനപ്പുറത്തിരുന്ന് കുടമാറ്റം നടത്തും. അതുപോലെയാണ് ഈ നേതാക്കൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 2004 കാണിച്ചില്ലേ, നമുക്ക് ഇതുകൂടെ പറയാം. KC എന്ന് പറയുന്ന നേതാവ് ഡൽഹിയിൽ AICCയിൽ അദ്ദേഹം എത്തുന്നു. അവിടെ മുതൽ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ എന്ന് രാഹുൽ ഗാന്ധി എന്നും ആരെയും ജനറൽ സെക്രട്ടറി ഒന്നും ആക്കില്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും കഴിവുകളുണ്ട് തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരൊരു നമുക്ക് ആർക്കും ഇല്ലാത്ത, കോൺഗ്രസ് പാർട്ടിക്കൊന്നും ഇല്ലാത്ത രാഷ്ട്രീയ ബുദ്ധി ഭയങ്കരമായിട്ടുള്ളവരാണ്. രാഷ്ട്രീയ ബുദ്ധി എന്നാണ് ഇതിനെ നമ്മൾ പറയുക. അപ്പം ഇതിൻ്റെ എല്ലാം കാരണം എന്തെന്നറിയോ, ഈ തദ്ദേശ ഇലക്ഷനിൽ പിന്നെ സഖാക്കളെ പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊരു പാട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ഞാൻ ചോദിക്കട്ടെ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്മൾ അതിൽ പെടുന്നത് തന്നെയാണ് നമ്മുടെ ഈ ജോലി എന്ന് പറയുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ ഹിറ്റ്ലർ മുസോളിനി ഒക്കെ ഭരിച്ചിരുന്ന സമയത്ത് കാട്ടിയതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടക്കൽ കത്തിവെക്കുന്ന പ്രവൃത്തിയല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പെട്ടെന്ന് ഈ പാട്ട് എഴുതിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കം നടത്തി. ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് നാണം കെട്ട് നാറിയത് നിർത്തിയത് കണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ പാട്ടിൽ സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണേ അയ്യപ്പ, ഇവരുടെ സഖാക്കളാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ. അതറിയോ? അതവർക്ക് എവിടെ കൊണ്ടു? അവരുടെ നെഞ്ചത്ത് തന്നെയാണ് ആ കത്തി പോയത്. തീർച്ചയായിട്ടും അതിന് ഒരു കാരണം അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ ബുദ്ധി. ഉടനെ ചകഞ്ഞുപോയി. 2004 ആരിവിടെ ഭരിച്ചത് ഉടനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുകളെ വിളിച്ചു, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സ്റ്റാഫുകളെ വിളിച്ചു. ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയോട് പറഞ്ഞു,
കണ്ടുപിടിക്കേ. PCCയോട് പറയേണ്ട കാര്യമില്ല, അദ്ദേഹം പോലീസ് മാത്രമേ. എന്നാൽ ഞാൻ പറയുമോ, സ്റ്റാഫുകളോട് പറഞ്ഞു കണ്ടുപിടി, അടുത്ത നമുക്ക് അടിക്കാനുള്ള വകുപ്പ് കണ്ടുപിടി. 2004 KC ആയിരുന്നു, പോറ്റിയെ കയറ്റിയത് KC ആണ്. എന്നിട്ട് വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം ബോർഡിന്റെ ഭരണങ്ങളിൽ കൈകടത്താറില്ല എന്ന് ആണയിട്ട് പറഞ്ഞത് ആരാണ്? കടകംപള്ളി സുരേന്ദ്രൻ. ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആ അങ്ങനെയുള്ള കാര്യം ബാധകമാണ് ഏത് ദേവസ്വം ബോർഡ് മന്ത്രി. അവിടെയാണ് വ്യത്യാസം. CPM-ന്റെ ദേവസ്വം മന്ത്രിയാണെങ്കിൽ അങ്ങനെയും കോൺഗ്രസിന്റെ ദേവസ്വം മന്ത്രിയാണെങ്കിൽ ഇങ്ങനെയും, രണ്ട് രീതിയിൽ. അതായത് CPM-ന്റെ ഇരട്ടത്താപ്പ് എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. പൊളിറ്റിക്സ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അവിടെ ടൂറിസം പിൽഗ്രിമേജ് നടത്താവോ എന്നുള്ളതിന് വേണ്ടിയാണ്. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക. ശബരിമലയിൽ പോയിട്ടുള്ളത് അവിടുത്തെ ടോയ്ലറ്റൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു നോക്കുക. ശബരിമലയിൽ ഇപ്പം ഹർഷ ഇരിക്കുന്ന സ്ഥാനത്ത് മറ്റൊരു പുരുഷനാണെങ്കിൽ എനിക്ക് ചോദിക്കാം. കാര്യം വയസ്സിന്റെ പരിധി, അവിടുത്തെ ആചാരം അനുഷ്ഠാനമൊക്കെ. അവിടുത്തെ ടോയ്ലറ്റുകൾ പോലും ഈ പറയുന്ന പരിപാടിക്ക് മുമ്പൊക്കെ ശരിയാക്കിയോ ഇല്ലയോ എന്നറിയില്ല. ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ 2004 KC വേണുഗോപാലിനെ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് വെച്ചാൽ CPM-ന്റെ രാഷ്ട്രീയ ബുദ്ധിയാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമലയിൽ ഈ പറയുന്നത് പോലെ വനഭൂമി അല്ലെങ്കിൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വനഭൂമി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏറ്റെടുക്കാൻ ഉൾപ്പെടെയുള്ള പല വികസന പദ്ധതികളും ശബരിമലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു നേതാവാണ് KC വേണുഗോപാൽ. ഈ പറയുന്ന ശബരിമലയെ അദ്ദേഹം അത്രത്തോളം, അദ്ദേഹം എന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി, ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞു യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ അല്ലെങ്കിൽ ഹാർഡ് കോർ അയ്യപ്പ ഭക്തന്മാരാണ് യഥാർത്ഥത്തിൽ CPM-കാരെന്ന് പറയുമ്പോഴും അല്ല, അങ്ങനല്ല. ഈ ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം എടുക്കുമ്പോൾ ഒരു 100 പേര് എടുക്കുകയാണെങ്കിൽ ഒരു 70 പേരും അതുപോലെ തന്നെ CPM-ൽ ഒരു വിഭാഗം തീർച്ചയായിട്ടും CPM-ൽ ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്നത് പോലെ ഭക്തിമാർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞാലും കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. പിണറായി വിജയനെ വേദിയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ചേട്ടനും എല്ലാവരും കേട്ട് കാണുമല്ലോ, ഏറ്റവും വലിയൊരു അയ്യപ്പ ഭക്തൻ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ അയ്യപ്പ ഭക്തൻ പിണറായി വിജയനാണെന്ന് പറഞ്ഞൊരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതെല്ലാം വോട്ട് കിട്ടാൻ, അതെ തീർച്ചയായും ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ. ഭൂരിപക്ഷ സമുദായത്തിൽ 27%, 28% ഈഴവ വോട്ട് പോയി കഴിഞ്ഞു. ഹർഷ 28%, 29% SNDP വോട്ടുണ്ടെങ്കിൽ 15% BJP-യിലോട്ട് പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ അത് കോൺഗ്രസിലേക്ക് പോകും. അപ്പൊ ആ വോട്ട് തങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദേവസ്വം മന്ത്രി പറഞ്ഞ വർത്തമാനം എന്തായിരുന്നു? ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന രീതിയിൽ ദേവസ്വം മന്ത്രി ദേവസ്വം കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞല്ലോ. അപ്പോ ഇവിടെ KC-യുടെ കാര്യം പറഞ്ഞപ്പോ എന്താണ്? നിയമനങ്ങളിൽ KC ഇടപെട്ടു എന്നല്ലേ പറഞ്ഞു? അല്ലെ? എന്നാൽ ആ നിയമനങ്ങളുടെ വിവാദത്തിൽ ഏറ്റവും ആദ്യം അന്വേഷണം ആവശ്യപ്പെട്ട അദ്ദേഹം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അത്രയും വലിയ ഒരുപാട് ഓർമ്മയൊന്നും ഇല്ലെങ്കിലും KC വേണുഗോപാൽ വളരെ ഭംഗിയായിട്ട് ദേവസ്വം ബോർഡ് വകുപ്പ് കൈകാര്യം നല്ലൊരു മന്ത്രിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഞാൻ പറയാം. കാര്യം ആന്റണി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ടാലന്റ് ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹം ഇവിടം വരെ എത്തിയത്. ഡൽഹി രാഷ്ട്രീയം എനിക്കോ നിങ്ങൾക്കോ അത്ര പരിചിതമല്ല. ഡൽഹി രാഷ്ട്രീയത്തിന് തമാശ രൂപേണ പറയും ചുക്കാറൊട്ടി രാഷ്ട്രീയം എന്ന് പറയും, ഹിന്ദിക്കാരുടെ രാഷ്ട്രീയം എന്ന് പറയും. അവിടെ മലയാളിയായ ഒരാൾ ചെന്നിട്ട് AICC അംഗമായി രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരിക്കുന്നത് ഇവിടുത്തെ CPM-മാർക്ക് പിടിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ പാർട്ടി എന്ന് പറയുന്നത്. ത്രിപുരയിൽ ഉണ്ടോ പാർട്ടി? ഇല്ല. അവിടെ BJP-യാണ് ഭരിക്കുന്നത്. 30 കൊല്ലം ഭരിച്ച ബംഗാളിൽ ഇപ്പൊ ആരാ ഭരിക്കുന്നത്? മമതയാണ് ഭരിക്കുന്നത്. മമതയെ ഇവർ കുറ്റം പറയുമ്പോഴും മമതയുടെ നിഴലിനൊരു അനക്കം തട്ടിയാൽ BJP അവിടെ കയറും. ആരുടെ കഴിവ് കേടാ? സഖാവ് അതെ CPM-ന്റെ സഖാവ് MA ബേബിയോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പൊ അങ്ങനെയുള്ള പാർട്ടി നിയമസഭയിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം പറയും. പോറ്റിയെ കയറ്റിയെ സഖാക്കൾ സ്വർണം കെട്ടതാൽ. അപ്പൊ പോറ്റിയെ കയറ്റിയെ ആ ഒറ്റ ലൈനിൽ പിടിച്ചു. പോറ്റിയെ കയറ്റിയത് ആര്? കണ്ടുപിടിയടേ, സഖാക്കളെ കണ്ടുപിടി. എവിടെ 2004 അടി KC ഭരിച്ചപ്പോ പോറ്റിയെ കയറ്റി. ഒരു കീഴ്ശാന്തി നിയമനത്തിൽ ആർക്കിടപെടാൻ കഴിയും? ഇപ്പൊ നിയമം ഉണ്ടാക്കാൻ പറ്റിയോ? ഹർഷയ്ക്ക് അറിയില്ല. അതായത് ഈ കീഴ്ശാന്തിമാരെന്ന് പറയുന്ന അവര് ക്രിമിനലുകൾ വരെ ഉണ്ട്. നമ്മളല്ല, ഞാൻ ഈ പറയുന്ന അയ്യപ്പ ഭക്തരായിട്ടുള്ള ആൾക്കാരെ ഞങ്ങളല്ല, ഞങ്ങളുടെ കൺവെട്ടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ പറയുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ഭഗവാൻ അയ്യപ്പനൊരു ശക്തി ഉണ്ടെന്ന് തെളിയുന്നത്. ശക്തിയുണ്ട്, ഇല്ലെന്ന് പറയില്ല. നേരനുഭവങ്ങൾ ഉള്ളവരാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത്. നേരനുഭവം ഉള്ളവരാണ് അത്രയും ഭക്തിയോടെ ഭഗവാനെ കാണാൻ പോകുന്നത്. അപ്പം ഈ കൊള്ളയില്ലേ, അത് ഇന്നലെ തുടങ്ങിയതല്ല. അപ്പൊ ആ കൊള്ളയുടെ സർവ്വ ഉത്തരവാദിത്വവും 2018-19 പത്മകുമാറും വാസുവും അടങ്ങുന്നവർ ഇവിടെ കാണിച്ചു വെച്ചിട്ട് അവര് ഉള്ളയായിട്ട് അവരെ ഇപ്പോഴും സംരക്ഷിച്ചിട്ട് കാര്യം കുഞ്ചന്റെ തഞ്ചിയിലായിട്ട് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് CPM.
കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിൻ്റെ ഉയർച്ചയും അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയെയും കണ്ണൂരുകാരനായ പിണറായി വിജയന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇപ്പം കെ സി ഒരു വേള അവരുടെ AICCയിൽ ഇപ്പം രാഹുൽ ഗാന്ധി കുടുംബം കോൺഗ്രസിൻ്റെ അവരാണല്ലോ. അപ്പോൾ അവർക്കൊപ്പം ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വരട്ട് തത്വവാദം പറയുന്ന ഇവർക്കൊക്കെ പറ്റൂ? പറ്റില്ല, സഹിക്കില്ല. അപ്പോൾ പോറ്റിയെ കയറ്റിയെ പാർട്ടി നിരോധിക്കാൻ ശ്രമിച്ച അവർ പോറ്റിയെ കയറ്റിയെ അത് അണ്ടർലൈൻ ചെയ്തിട്ട് ആരുടെ കയറ്റിയത് 2004 കെ സി വേണുഗോപാലിന്റെ കാലത്ത്. പക്ഷെ ചെറുതായിട്ട് തെറ്റിപ്പോയി. 2004 അല്ല 2007 കഴിഞ്ഞപ്പോഴാണ് പോയി കയറിയത്. തീർച്ചയായിട്ടും ആണല്ലോ. 2007 അപ്പൊ ഗവൺമെന്റ് തീർന്നേ. 2001 മുതൽ 2006 വരെ ആന്റണി സർക്കാർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായി? അവസാനം പ്രയാർ ഗോപാലകൃഷ്ണന്റെ പേര് സഭയിൽ ബുദ്ധിജീവി MP രാജേഷിന് പറയേണ്ടി വന്നു. ഇവർക്ക് ഭയങ്കര ബുദ്ധിജീവികളാ. നിങ്ങൾ എന്താ കരുതിയേ? MP രാജേഷ് ആരെന്നാ വിചാരിക്കുന്നത്? ബുജി MP രാജേഷ്, ബുജി P രാജീവ്. അപ്പോൾ അവർ കണ്ടുപിടിക്കും. ഇവർ വിചാരിക്കുന്നത് ഇവർക്കൊക്കെ ബുദ്ധിയുള്ളൂ, ഇവർക്ക് കിഡ്നിയുള്ളൂ, നമുക്കൊന്നും കിഡ്നിയില്ല. വായിക്കുന്ന സഹാക്കളെ അവർക്ക് ഇഷ്ടമല്ല. വായിക്കുന്ന സഹാക്കളെ, എഴുതുന്ന സഹാക്കളെ ഇഷ്ടമല്ല. കാര്യം അവർക്കേ ആകാവൂ. കാര്യങ്ങൾ പറയുന്നവർ അവർക്ക് ഇഷ്ടമല്ല. അല്ലേ? അവർ പറയുന്നിടത്തെല്ലാം നിൽക്കണം. അതൊന്നും ഇനി നടക്കില്ല. സഹാക്കൾ കൈ വെച്ചാൽ മതി എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇന്ന് പാർട്ടിക്കകത്തുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട. ആദർശം മനസ്സിലുണ്ടായാൽ മതിയല്ലോ. ഇവിടെ ആരെയും കണക്ക് രേഖപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും. അതിലൂടെ പാർലമെന്ററി തലത്തിലൊന്നും ഇവിടെ ആർക്കും എത്തേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ജീവിക്കാനുള്ള വകുപ്പ് നമുക്കുണ്ട്. അല്ലേ? ഈ സാധാരണക്കാരായ എല്ലാ പാർട്ടി വിശ്വാസികൾക്കും ഉണ്ട്. അതൊന്നും ഇവരുടെ ചെലവിലൊന്നുമല്ല. അപ്പോൾ ഇത് അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും. VD സതീശൻ എന്ന് പറയുന്ന നേതാവും അല്ലെങ്കിൽ കോൺഗ്രസിനകത്തും ഇന്നും ഈ പാർട്ടിക്ക് എന്തൊക്കെയോ ചില ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഇന്നലെ സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മ വരും. മറ്റുള്ളവർക്കില്ലാത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിനേ കഴിയുള്ളൂ. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, കേന്ദ്രത്തിൽ ഇപ്പോൾ BJPയുടെ വളർച്ച. ഒരു വേള സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇപ്പോൾ ആരുണ്ട്? ഈ പറയുന്ന കോൺഗ്രസിനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം BJPയെ ചെറുക്കാനെന്ന് പറയാൻ ഇവിടെ ആരുണ്ട്? ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി ബേബി പറയൂ. അതെന്തുകൊണ്ടാണ്? ഈ കേരളത്തിലുള്ള കേരള ഘടകത്തിലെ അവരുടെ CC അംഗങ്ങളെല്ലാം കൂടെ അങ്ങനെ ബേബി കേൾക്കാത്താളൊന്നുമല്ല. ബേബി സൈലൻ്റായിട്ട് പണിയുള്ളത് പണിയൊക്കെ ചെയ്യും. അത് ഉറപ്പാണ്. അത് കാത്തിരുന്ന് കാണാം നമുക്ക്. ഏതായാലും സ്വർണം കെട്ടത് എവരാണെന്ന് ബോധ്യമായ സ്ഥിതിക്ക് മൊത്തത്തിൽ മെഴുകി വരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇതെന്ന് രാഷ്ട്രീയ കേരളമല്ല, സാധാരണ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. കെ സി വേണുഗോപാൽ എന്ന വ്യക്തി, കെ സി വേണുഗോപാൽ എന്ന കണ്ണൂരുകാരൻ, കെ സി വേണുഗോപാൽ എന്ന KSUക്കാരൻ, കെ സി വേണുഗോപാൽ എന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ, കെ സി വേണുഗോപാൽ എന്ന മന്ത്രി, കെ സി വേണുഗോപാൽ എന്ന നേതാവ്, അല്ലേ? കെ സി വേണുഗോപാൽ എന്ന നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവരുടെ വ്യാഖ്യാനങ്ങളോ ഇവരുടെ മറ്റ് വരട്ടുവാദങ്ങളോ ജനത്തിന് എല്ലാം ജനത്തിന് തിരിച്ചറിയാൻ കഴിയും. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ബുദ്ധിയും ബോധവും കാത്തിരുന്ന്, അല്ലെങ്കിൽ അവർ കേരളത്തിലെ ജനങ്ങൾ നമുക്ക് അങ്ങനെ ഇവർക്കെന്നും വിചാരിക്കുന്ന പ്രഡിക്ഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. 3 പേര് മത്സരിക്കുന്നതിനടുത്ത് ആര് ജയിക്കുമെന്ന് നാളെയാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും പറയാൻ കഴിയില്ല. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയായി ജനത്തിൻ്റെ മനസ്സ്. അപ്പോൾ അവിടെയാണ് ബുദ്ധിജീവി P രാജീവും ബുദ്ധിജീവി MP രാജേഷും സഭയിൽ അവസാനം പ്രയാർ ഗോപാലകൃഷ്ണനെ തലേ കൊണ്ടുവച്ചു. അല്ലേ? പാവം അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് ആരും ചോദിക്കാനും അദ്ദേഹം ഉയർന്നു വന്ന് കാര്യങ്ങൾ പറയാനും വരില്ലല്ലോ. എന്നിട്ട് അജയ് തറയലിന്റെ പേരിലും കൊണ്ടുവച്ചു. കൊടിമരത്തിന്റെ കേക്ക് ഭരിക്കുകയല്ലയോ? അപ്പോൾ ഭരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. ഇപ്പൊ അടുത്ത കൊടിമരത്തിന്റെ അന്വേഷണം പോയി, SIT. ഏതായാലും നമുക്ക് നോക്കാം. ഇതെല്ലാം വെറും പുറംപോച്ചാണെന്നും ഇവര് ബുദ്ധിജീവി കളിക്കുന്നതൊക്കെ വെറുതെയാണെന്നും ജനത്തിന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട്. കെ സി വേണുഗോപാൽ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അല്ലേ? കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയല്ലേ? CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അല്ലേ? അവർക്കൊരു ജനറൽ സെക്രട്ടറി ഉണ്ട്, MA ബേബി, കേരളത്തിൽ നിന്നുള്ള ആൾ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്ന രീതിയിൽ ഇത്രയും ഒരു അംഗം നടത്താൻ ഡൽഹിയിൽ ഹിന്ദി രാഷ്ട്രീയത്തിൽ ഓതിരം ഘടകം കളിച്ച് കെ സി വേണുഗോപാലിന് നിൽക്കാൻ അറിയാമെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചേട്ടാ, നമുക്കറിയാം SIT ഈ പറയുന്ന കേസ് അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. SIT നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ശൈലജ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ, അതായത് CPM കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് ഈ കേസ് ഇത്രയും കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന്. ഈ ഒരു കേസിന്റെ ഭാഗമായി പലരെയും അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു, വാസുവിനെ അറസ്റ്റ് ചെയ്തു, പത്മകുമാർ, അങ്ങനെ ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ കുറെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങി ഇത് പതിയെ കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുൻപിൽ കേസ് ഒരു കൃത്യമായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇത് കൃത്യമായി കൊണ്ടെത്തിക്കുന്നത് കോൺഗ്രസിന്റെ വായിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഉന്നതനായ പല നേതാക്കന്മാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്
എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു പോക്ക് പോയാൽ CPM ഉദ്ദേശിക്കുന്ന നിലയിൽ ഈ പറയുന്ന രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ള പോലും വളച്ചൊടിക്കുന്ന നിലയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ആ പറഞ്ഞ കറക്റ്റാണ്. അതായത് SIT അന്വേഷണ സംഘം എന്ന് പറയുന്നത് ആ പറഞ്ഞതാണ് ശൈലജ ടീച്ചർ പറഞ്ഞല്ല. ശൈലജ ടീച്ചർ പറഞ്ഞത് SIT അന്വേഷണ സംഘം കോടതി നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്യുന്നു എന്നാണ്. പക്ഷെ അതൊക്കെ ഈ പറയുന്ന SIT അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ട്, കൃത്യമായ സമ്മർദ്ദമുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കൊണ്ട് പിണറായി വിജയൻ ഈ പറയുന്ന പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ആരൊക്കെയാണ് അവരെ കൊണ്ടൊക്കെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട്. ആ സമ്മർദ്ദം പാവ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നുണ്ട്, SIT ഉദ്യോഗസ്ഥർ. കാര്യം അവർക്ക് ഉദ്യോഗസ്ഥരാണ്. നാളെ ഭരണം മാറിയാൽ അവർ വീണ്ടും വെങ്കടേഷ് എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ച് മേധാവി നാളെ ഇവർ ഭരണം മാറിയാൽ ചെന്ന് കോൺഗ്രസിന്റെ അടുത്ത് നിൽക്കേണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം ഉദ്യോഗസ്ഥരാണ് അവര്. അപ്പം കോടതി നിർദ്ദേശിച്ചു ചെയ്യുന്നു, ഞങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയാ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ ഇല്ല എന്ന് പറയുക. അപ്പൊ SIT ആദ്യം പോറ്റിയെ പൊക്കി, മുരാരി ബാബുവിനെ പൊക്കി, അത് കഴിഞ്ഞ് വേറെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കി. ഈ മുരാരി ബാബു കോൺഗ്രസ്സുകാരനാണ്, നിങ്ങൾക്കറിയൂ. കോൺഗ്രസ്. അതുകൊണ്ടാണ് ഇവർക്കെല്ലാം ഊർജ്ജം വരുന്നത്, പൊക്കാൻ ഊർജ്ജം വരുന്നത്. അപ്പൊ ആൾക്കാർ എങ്ങനെ ചിന്തിക്കും? പോകുന്നുണ്ട്, അന്വേഷണം കൃത്യമായിട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ കണ്ടിരുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തന്ത്രിയും കോൺഗ്രസിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിയാണ് എന്നുള്ള വിശ്വാസം. അല്ല, അത് മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനത്തിൽ വിപ്ലവം പറഞ്ഞില്ലേ? ഞങ്ങളെ കൊണ്ട് മാത്രമേ വിപ്ലവം കാണിക്കാൻ പറ്റൂ, ഞങ്ങൾ തന്ത്രിയെ വരെ പൊക്കി, ആ ടീച്ചർ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിൽ SIT അന്വേഷണ സംഘം തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ജനം വിചാരിക്കും അന്വേഷണം നേരെ പോവുകയാണെന്ന്. അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് അവരുടെ ഏറ്റവും വലിയ എതിരാളി ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്, BJP ഒന്നുമല്ല. രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP ചിന്തിക്കുന്നതിനേക്കാളും CPM ആണ് ചിന്തിക്കുന്നത്. അത് കേരളത്തിലെ CPM മാർ പണ്ട് VS പറയുന്ന പോലെ VS ചില കാര്യങ്ങൾ ഉറപ്പിച്ചുറപ്പിച്ച് പറയില്ല, അതിൽ കേരളത്തിലെ CPM മാർക്ക് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ SIT അന്വേഷണ സംഘത്തെ കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുകയും അന്വേഷണം നേരെ പോയി കേസിയെ കുറിച്ച് ഇവർ പറയുന്നത് ഇങ്ങനെ ഇത്രയും പറയുമ്പോൾ ഇവരുടെ നാട് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ പോലൊരു സ്ഥലത്ത്, ആലപ്പുഴയിലെ അളിഞ്ഞ രാഷ്ട്രീയം, ആലപ്പുഴയിൽ ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയമില്ല. അത് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ അവരുടെ തന്നെ നേതാവ് ഇപ്പം P കൃഷ്ണപിള്ള അവിടെയുള്ള പുന്നപ്പറയിൽ പിന്നെ കണ്ണൂരത്തെ പാർട്ടിയേക്കാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വളർന്ന ആലപ്പുഴയിലാണ്. മാരാരക്കുളത്ത് VS തോപ്പിച്ച ആൾക്കാരാണ് ആലപ്പുഴയുള്ളവർ. അവിടെയാണ് കണ്ണൂരുകാരനായ KC വേണുഗോപാൽ ജയിച്ചിരിക്കുന്നത്. അതിനിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉച്ചയും കുത്തി എന്നാൽ ഇനി KC അല്ലാതെ വേറെ ആരും ആലപ്പുഴക്കാർ ജയിപ്പിക്കില്ല. അത് അദ്ദേഹത്തിന്റെ മിടുക്കാണ്. അതിൽ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ 2018 19 ആരിഫ് ജയിച്ച ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, AM ആരിഫ് അവിടെ നിന്ന് ജയിച്ചിരുന്നല്ലോ പിന്നെ ലോക്സഭയിൽ. അന്ന് ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു സ്ഥാനാർത്ഥി. ഷാനിമോൾ അല്ല KC ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആരിഫ് ജയിക്കോ? ഒരിക്കലും. എവിടെ ജയിക്കാൻ? ആരിഫ് ഇത്തവണ 3ാം സ്ഥാനത്താ, AM ആരിഫ്. അപ്പോൾ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് ഇന്ന് കേരള ഘടകത്തിലെ കോൺഗ്രസിനകത്തെ തല്ലുപോലും അവിടെ AICC ഇരുന്ന് നിയന്ത്രിക്കുന്ന ആളാണ്. ഇവിടുത്തെ പടലപ്പിണക്കം ബഹുമാനപ്പെട്ട K സുധാകരൻ ഇന്നലെ കണ്ണൂർ വീഡിയോ നടത്തിയ പരിപാടിക്ക് പിണങ്ങിപ്പോയി. ആ പിണക്കൊക്കെ തീർക്കുന്നത് ഇപ്പൊ ആരാ? അപ്പൊ ഇതൊക്കെയാണ് പ്രൊഫഷണൽ ജലസി എന്നൊക്കെ പറയുന്നത്. നമ്മൾ പറയുമല്ലോ, അതല്ല, ഇത് കുരുപൊട്ടണ ജലസിയാണ്. അപ്പൊ ഈ കുരുപൊട്ടുന്ന ജലസിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ പണ്ട് ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഈ കഷണ്ടിക്കും അസൂയയ്ക്കും മരുന്നില്ല, കായണപാനേ പൊട്ടുള്ളൂ എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ഇവരെ പൊട്ടിക്കൊണ്ട് പോകുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ഇത്രേ പറയാനുള്ളൂ. KC വേണുഗോപാലിനെ സംബന്ധിച്ച് KC വേണുഗോപാൽ എന്ന നേതാവിനെ ആലപ്പുഴയിലെ ജനങ്ങൾ ഇനി എത്ര തവണ വേണമെങ്കിലും ജയിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ സ്ഥലം ആലപ്പുഴയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അളിഞ്ഞ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ നടക്കുന്ന സ്ഥലം ആലപ്പുഴയിലാണ്. അപ്പോൾ നമുക്ക് എന്താ ഇതിന് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ തന്നെ പരിസമാപ്തി ആയിക്കോളും, പറഞ്ഞു അവർ തന്നെ പരിസമാപ്തി ആയിക്കോളും, അത്രയേ ഉള്ളൂ.